കുവൈറ്റിന്റെ വിതരണ സാഹചര്യം സുസ്ഥിരമായി തുടരുന്നുവെന്ന് ഉപഭോക്തൃ സഹകരണ സംഘങ്ങളുടെ യൂണിയൻ മേധാവി മറിയം അൽ-അവാദ് പറഞ്ഞു. സഹകരണ സംഘങ്ങളിലും വിതരണ കേന്ദ്രങ്ങളിലും ഭക്ഷ്യവസ്തുക്കൾ ലഭ്യമാണെന്നും ക്ഷാമമൊന്നും രേഖപ്പെടുത്തിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഉപഭോക്താക്കൾക്ക് ആവശ്യമുള്ളത് മാത്രം വാങ്ങാനും അമിതമായ സംഭരണം ഒഴിവാക്കാമെന്ന് അവർ അറിയിച്ചു. സഹകരണ സ്ഥാപനങ്ങളിൽ പതിവുപോലെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നും ആദ്യ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തിരക്ക് കുറവാണെന്നും അൽ-അവാദ് സ്ഥിരീകരിച്ചു. ഉപഭോക്താക്കൾക്ക് ആവശ്യമുള്ളത് മാത്രം വാങ്ങാനും അമിതമായ സംഭരണം ഒഴിവാക്കാനും അദ്ദേഹം അഭ്യർത്ഥിച്ചു. പല ഭക്ഷ്യവസ്തുക്കൾക്കും കാലഹരണ തീയതികളുണ്ടെന്നും അവ അനാവശ്യമായി വലിയ തോതിൽ സൂക്ഷിച്ചാൽ അത് കേടാകാനും സാധ്യതയുണ്ടെന്നും അവർ ചൂണ്ടിക്കാട്ടി. ചില സഹകരണ സംഘങ്ങൾ തമ്മിലുള്ള വിലയിൽ വ്യത്യാസങ്ങൾ സാധാരണമാണെന്ന് അവർ വിശദീകരിച്ചു. കാരണം ചില സാധനങ്ങൾ പരിമിതമായ കാലയളവിലേക്ക് പ്രൊമോഷണൽ ഡിസ്കൗണ്ടുകൾക്ക് കീഴിൽ എല്ലാ സഹകരണ സ്ഥാപനങ്ങളിലും ഒരേസമയം ലഭ്യമല്ലാത്തവ വാഗ്ദാനം ചെയ്തു നൽകുന്നു. വിലനിർണ്ണയവുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ച സർക്കുലറുകൾ സഹകരണ സ്ഥാപനങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ യൂണിയൻ പതിവ് പരിശോധനകൾ നടത്തുന്നുണ്ടെന്നും വിലകൾ നിരീക്ഷിക്കുന്നുണ്ടെന്നും അവർ പറഞ്ഞു. വിലക്കയറ്റമോ കൃത്രിമത്വമോ വളരെ അപൂർവമാണെന്ന് അവർ ഊന്നി പറഞ്ഞു. വിപണികൾ നിരീക്ഷിക്കുന്നതിനും നിയമലംഘനങ്ങൾ പരിഹരിക്കുന്നതിനും വാണിജ്യ വ്യവസായ മന്ത്രാലയം സാമൂഹിക കാര്യ മന്ത്രാലയവും തമ്മിൽ തുടർച്ചയായ ഏകോപനം നടക്കുന്നുണ്ടെന്നും രാജ്യത്തെ ഭക്ഷ്യസുരക്ഷ സുസ്ഥിരമാണെന്നും പൗരന്മാർക്കും പ്രവാസികൾക്കും സാധനങ്ങൾ ലഭ്യമാണെന്നും അവർ ഊന്നി പറഞ്ഞു. ഇതുവരെയുള്ള കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാണെന്നും അതേസമയം അടിയന്തരമായ ഒരു സാഹചര്യം വന്നുകഴിഞ്ഞാൽ കൈകാര്യം ചെയ്യേണ്ട രീതികളെക്കുറിച്ച് സഹകരണ സംഘങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നും സാമൂഹികകാര്യ മന്ത്രാലയത്തിന്റെ ബജറ്റ് സാമ്പത്തിക നിയന്ത്രണ വകുപ്പ് മേധാവി ഡോക്ടർ ബദർ അൽ എനൈസി സ്ഥിരീകരിച്ചു. കുവൈത്തിൽ നിന്നും കേരള വിഷന് വേണ്ടി IV സുനേഷ്, വെങ്ങര.